നമസ്കാരം കൂട്ടുകാരെ, SP ജോബ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരം എത്തിയിട്ടുണ്ട്. ഇൻകം ടാക്സ് അപ്പലറ്റ് ട്രിബ്യൂണൽ അഥവാ ITAT പുതിയൊരു റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്. സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒഴിവുകൾ, യോഗ്യത, ശമ്പളം, പ്രായപരിധി തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് നോക്കാം. ഒഴിവുകൾ പറഞ്ഞിരിക്കുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി 22 ഒഴിവുകളാണ്. SC 1, ST 5, OBC 4, EWS 5, ജനറൽ 7, PWD 3 ഇങ്ങനെയാണ് വരുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി 20 ഒഴിവുകളാണുള്ളത്. SC 5, ST 2, OBC ഒന്നുമില്ല, EWS 3, ജനറൽ 10, PWD 2. ശമ്പളം പറയുന്നത് സീനിയർ പ്രൈവറ്റ് സെക്രട്ടറി 47,600 മുതൽ 1,51,100 വരെയാണ്. പേ ലെവൽ 8 ആണ്. പ്രൈവറ്റ് സെക്രട്ടറി 44,900 മുതൽ 1,42,400 വരെയാണ്. പേ ലെവൽ 7 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ടാവണം. കൂടാതെ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് 120 വേർഡ് പെർ മിനിറ്റ് ആണ് പറയുന്നത്. അതോടൊപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ തുടങ്ങിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് പരമാവധി 35 വയസ്സാണ്. SC, ST, OBC, സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർക്ക് കേന്ദ്ര സർക്കാർ നിയമപ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് രീതി പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ, സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിങ്ങനെയാണ്. പരീക്ഷാ കേന്ദ്രങ്ങൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഗുവാഹട്ടി, ലക്നൗ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് വരുന്നത്. കേരളത്തിൽ സെന്റേഴ്സ് ഒന്നുമില്ല. അപേക്ഷകർക്ക് 2 കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിട്ടൺ എക്സാമിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്. ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജ് ആൻഡ് റീസണിങ്ങും. 100 മാർക്കാണ് വരുന്നത്. മിനിമം 250 വേർഡ്സിൽ കുറയാത്ത എസ്സേ, ലെറ്റർ റൈറ്റിംഗ്, പ്രിസൈസ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ, ജനറൽ നോളജ്, ജനറൽ സ്റ്റഡീസ്, ലോജിക്കൽ റീസണിംഗ്, കറണ്ട് അഫയേഴ്സ് ഇങ്ങനെയാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. സ്കിൽ ടെസ്റ്റിൽ 100 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡിൽ മിനിറ്റിൽ 120 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡും ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ മിനിറ്റിൽ 45 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡും ഉണ്ടായിരിക്കണം. അതിനുശേഷം പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. 75 മാർക്കാണ് പറയുന്നത്. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഇംഗ്ലീഷിലായിരിക്കും നടത്തുന്നത്. റിട്ടൺ എക്സാം പാസ്സാകാത്തവരുടെ സ്കിൽ ടെസ്റ്റ് പരിഗണിക്കുന്നതല്ല. സ്കിൽ ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് പേഴ്സണൽ ഇന്റർവ്യൂവിന് വിളിക്കുക. അവസാന മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സ്കിൽ ടെസ്റ്റിലും പേഴ്സണൽ ഇന്റർവ്യൂവിലും ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. റിട്ടൺ എക്സാം, സ്കിൽ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് TA or DA ലഭിക്കുന്നതല്ല. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ ജോലി ചെയ്യാത്ത SC, ST കാൻഡിഡേറ്റ്സിന് സെക്കൻഡ് ക്ലാസ് ഓർഡിനറി റെയിൽവേ ഫെയർ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ ഫെയർ അല്ലെങ്കിൽ ബസ് ഫെയർ തിരികെ ലഭിക്കുന്നതാണ്. അതിന് യാത്രാ ടിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അഡ്മിറ്റ് കാർഡ്, ഇന്റർവ്യൂ, കോൾ ലെറ്റർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ആപ്ലിക്കേഷന് നൽകിയിട്ടുള്ള ഇമെയിൽ ID-യിലേക്കാണ് അയക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കൊടുത്തിട്ടുണ്ട്. www.itat.gov.in ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഓൺലൈനായി മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 2 പോസ്റ്റിലേക്കും ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഇനി ഇന്നത്തെ ഡോക്യുമെന്റ്സ് അപ്ലോഡിങ് വരുന്നുണ്ട്. SSLC സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എല്ലാ സെമസ്റ്ററുകളുടെയും മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. SC, ST കാൻഡിഡേറ്റ്സിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലേറ്റസ്റ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്,
PWD ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ ഗവൺമെന്റ് ജോബ് ചെയ്യുന്നവർക്ക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. NOCയുടെ ഒരു ഫോർമാറ്റ് നോട്ടിഫിക്കേഷന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതിനാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ രേഖകളും തയ്യാറാക്കി വെച്ച ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് പറയാനുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇനിയും ഇത്തരം ജോലി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.